ഇത് എത്ര നാളായി വിരിഞ്ഞിട്ട്? അത് വിരിഞ്ഞിട്ട് 10 ദിവസമൊക്കെ ഉണ്ടാവും. തൂര് വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇത് ഏതാ സാധനം? അത് ലോങ് ടൈമിന്റെ അതാണ്. അതില് ആൽബിനോ ലോങ് ടൈലുണ്ട്. അല്ല, പിഞ്ചസ് തന്നെയാണ്. ആ പിഞ്ചസ് തന്നെയാണ്. നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതെ. നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കംപ്ലീറ്റ് പെറ്റ്സ് ആണ്. ഞാനത് നിൽക്കുന്നത് എറണാകുളത്തുള്ള വടുതല എന്ന് പറയുന്ന സ്ഥലത്താണ്. പെറ്റ്സിൻ്റെ ഒരു വലിയ ഫാം, അതായത് ബ്രീഡിംഗ് ആണ് മെയിൻ ഉള്ളത്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, സൺകോണർ, അങ്ങനെ ജാവ, പിഞ്ചസ്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ബേർഡ്സിന് നല്ല റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എന്തായാലും നല്ലൊരു കിടിലൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പെറ്റ് പാലസിൻ്റെ അകത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇതാണ് ആൻ്റണി ചേട്ടൻ. പുള്ളി ഫുൾ ടൈമായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫുള്ള് പെറ്റ്സ് ആണല്ലോ അല്ലേ? എത്ര വെറൈറ്റീസ് ഉണ്ട് ഇവിടെ? ഞാൻ ജാവ, പിഞ്ചസ് എന്നീ 5 ബ്രീഡിൽപ്പെട്ട വ്യത്യസ്ത മ്യൂട്ടേഷനുകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്, പിന്നെ മുകളിലുണ്ട് തോന്നല്ലേ? മേളില് പിഞ്ചസ്, ജാവയുടെ മേളിൽ ചെയ്യുന്നത്. ഇവിടുത്തെ ആദ്യം നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനത്തിനെ കാണാം. ഏറ്റവും വില കൂടിയത് കൊനൂറുകളാണ്. കൊനൂറുകളിൽ ക്രിംസൺ ബെല്ലിയുടെ കൊനൂറുണ്ട്, സൺ കൊനൂറുണ്ട്, പൈനാപ്പിൾ കൊനൂറുണ്ട്, ബ്ലൂ കൊനൂറുണ്ട് എന്ന 5. ഇവിടെയാണ് മെയിൻ സാധനം കിടക്കണം അല്ലേ? ഇത് ക്രിംസൺ ബെല്ലിയുടെ കൊനൂർ എന്ന് പറയുന്നൊരു കൊനൂറാണ്. ക്രിംസൺ ബെല്ലിയ, ക്രിംസൺ ബെല്ലിയുടെ കൊനൂറ് റേറായിട്ടുള്ളൊരു കൊനൂറാണ്. ഇത് അതിന്റെ പേരിന് ഒരു 60,000 രൂപ മാത്രം റേറ്റ് ഉണ്ട്. അത്ര ഉണ്ടല്ലേ? അതെ. ബ്രീഡിങ് ഇത്തിരി ടഫുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന്റെ മാർക്കറ്റ് ഇടിയാൽ ഇപ്പോഴും ആ റേറ്റിൽ നിൽക്കുന്നത്. നമുക്ക് വർഷത്തിൽ 2-3 ക്ലച്ചൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ ആയിട്ടുണ്ടോ അത്? ഇപ്പൊ നിലവിൽ അത് ബ്രീഡിങ് ആയിട്ടില്ല. ടൈമാണ് ഇവിടെ. ചൂട് കൂടിയ ടൈമായതുകൊണ്ട് ബ്രീഡിങ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടൈമാണ് ഈ ചൂട് സമയത്ത്. നല്ല ഭംഗിയുണ്ട് സാധനം. അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് റെഡ് കളർ വരും, കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. 2 രീതിയാണ്. ഇതിനെന്താ ചേട്ടാ ഈ ഭക്ഷണം കൊടുക്കുന്നത്? ഇതിന് പ്രധാന ഭക്ഷണം സീഡ് മിക്സ്. അത് ഒന്നിൽ കൂടുതൽ ധാന്യങ്ങൾ ഉള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള സീഡിനാണ് സീഡ് മിക്സ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടഡ് സീഡ് മിക്സ് ആണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. അത് ഇമ്പോർട്ടഡ് വിദേശ രാജ്യങ്ങളിൽ, ബെൽജിയം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ സീഡുകൾ വരുത്തി സെയിൽ ചെയ്യുന്ന കടകളുണ്ട് എറണാകുളത്ത്. ഇത് പച്ചക്കറിയും കൊടുക്കുന്നത്? ഇത് പച്ചവർഗത്തിൽ പറഞ്ഞതുകൊണ്ട് സീഡ് മിക്സ് മാത്രം കൊടുത്താൽ പോരാ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫ്, അങ്ങനെ സമീകൃതമായിട്ടുള്ള തീറ്റകൾ കൊടുക്കണം. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, അതിനോടൊപ്പം ധാന്യങ്ങളും അങ്ങനെ സമീകൃതമായിട്ടുള്ള തീറ്റ കൊടുത്താൽ ബ്രീഡിങ് കിട്ടുള്ളൂ അതിൽ നിന്ന്. ഇതാണ് സൺകോണൂർ അല്ലേ? അതെ. എൻ്റെ കൈവശമുള്ള കുനൂറിൽ ക്രിംസൺ ബെല്ലിയുടെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കുനൂർ വരുന്നത് സൺകുനൂറാണ്. നല്ല ജനപ്രിയമായിട്ടുള്ള കുനൂർ ഇപ്പോൾ ഇടുന്നതാണ് സൺകുനൂർ. ഇത് എന്താ കൊടുക്കാണ്ടാവുക? ഇപ്പോൾ നിലവിൽ കുട്ടികൾ കിടപ്പില്ല. ഇപ്പോൾ ചൂട് ടൈമായതുകൊണ്ട് എല്ലാം തന്നെ ബ്രീഡിങ് ഗ്യാപ്പിലിരിക്കുന്നതാണ്. ഇനി മഴയൊക്കെ തുടങ്ങി ഒരു ജൂണൊക്കെ ആകുമ്പോഴേ ബ്രീഡിങ്ങിലേക്ക് ആവുള്ളൂ. കാരണം ഇതിനൊരു അധികം ചൂടുള്ള കാലാവസ്ഥ നല്ലതല്ല. ഒരു മീഡിയം ക്ലൈമറ്റ് അല്ലെങ്കിൽ തണുപ്പ് കാലാവസ്ഥയ്ക്ക് കൂടുതൽ അനുയോജ്യം. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം ബ്രീഡർമാർക്ക് ബ്രീഡിങ് കുറവ് കിട്ടുന്ന മാസങ്ങളാണ്. അഡൽട്ട് പേർ 55,000 രൂപയുടെ പേർ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അഡൽട്ട് പ്രായപൂർത്തിയായ പേരുടെ റേറ്റാണ് പറഞ്ഞത്. ഈ കൊറോണ ടൈമിൽ ടേംഡ് പേടിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായത് സൺകുനൂറിന്റെ ഹാൻഡ് ഫീഡിങ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഒരു പീസ് 15,000 രൂപയുടെ മാർക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നു കൊറോണ. അതിൽ ഒരു പീസ് ഹാൻഡ് ഫീഡിങ് തൂവിൽ കുട്ടിക്കുന്ന ഒരു പ്രായത്തിൽ നമ്മൾ എടുത്ത് അതിന് ഹാൻഡ് ഫീഡ് കഴിയുമ്പോൾ ഹാൻഡ് ഫീഡിങ് ഫോർമുല ഇട്ടു അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേം ആവും. നമുക്ക് മുഴുവനകത്തൊക്കെ അഴിച്ചിട്ട് നമ്മൾ നിർത്താവുന്നതാണ്. ഒഴിവ് സമയങ്ങളിലൊക്കെ
ഇത് ഇപ്പൊ പെയറായിട്ട് കൊടുക്കുന്നുണ്ടോ? ഇതിപ്പോ എന്റെ പാരന്റ് സ്റ്റോക്കാണ്. ഇതിവിടെ കുട്ടികളെ ഞാൻ കൊടുക്കുന്നത്. ഞാൻ ബ്രീഡർ ആയതുകൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ അത് ഉണ്ടാവില്ല. അപ്പൊ പെറ്റ് ഷോപ്പ് അല്ല, ഫാമാണ്. നമുക്ക് കൂടുതൽ കുട്ടികളാണ് കൊടുക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതല്ലേ, അതിന്റെ തന്നെ ഇതന്നെയാണ് പാരന്റ്. ഇത് ഭയങ്കര ഇണക്കണമെന്നാണല്ലേ? അത് തൂല് കുത്തി വന്ന ഒരു പ്രായത്തിൽ അതിന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ എടുത്തിട്ട് ഹാൻഡ് കഴിഞ്ഞാൽ അത് വൈൽഡ് ക്യാരക്ടർ ആവില്ല, നമ്മളായിട്ട് അറ്റാച്ച്മെന്റ് ആവും. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അത് ഹാൻഡ് ഫീഡിങ് എടുത്തില്ല, പാരന്റിനെ കുട്ടികളെ റേസ് ചെയ്ത് നെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് വൈൽഡ് ക്യാരക്ടർ ആവും, മനുഷ്യനായിട്ട് ഇണക്കം ഉണ്ടാവില്ല. കേട്ടത് ഇത് കുനൂറുകളിൽ ചെറിയ കുനൂറിൽ പെടുന്ന ഒരു കുനൂറാണ്. പൈനാപ്പിൾ കുനൂർ എന്നാണ് ബ്രീഡിന്റെ പേര്. അടിയിൽ തന്നെ അടിയിൽ പൈനാപ്പിളും ബ്ലൂ യെല്ലോ ഷെയ്ഡും എന്ന് പറയുന്ന രണ്ട് മെയിലും രണ്ടതിൽ പെട്ടതാണ്. നല്ല കളറല്ലേ അത്? എല്ലാത്തിലും നെഞ്ച് ഭാഗത്താണ് കൂടുതൽ ഭംഗി, റെഡ് കളർ ആയിരിക്കും. അതിന്റെ ബോഡി ഗ്രീൻ സീരീസിൽ പെട്ട പേടായതുകൊണ്ട് ഗ്രീൻ കളർ, പച്ച കളറാണ്. ഇതില് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഇവിടെ കാണുന്നതെല്ലാം ഇതൊക്കെ കൊടുക്കാനുള്ളത്. ഇതിന്റെ എല്ലാം പാരന്റ് സ്റ്റോക്കാണ്. ഇതിനുള്ള കുട്ടികളെ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ചൂട് കൂടിയ ടൈം ആയതുകൊണ്ട് എല്ലാം ഞാൻ ബോക്സ് എടുത്ത് മാറ്റിയിട്ട് ബ്രീഡിങ് നിർത്തി വെച്ചേക്കുന്നതാണ്. കാരണം ബേഡിന് റെസ്റ്റ് കൊടുക്കും നമ്മൾ. മാർച്ച് ഏപ്രിൽ മെയ് എന്ന 3 മാസങ്ങൾ റെസ്റ്റ് കൊടുത്തിട്ട് ബാലൻസ് ഉള്ള 9 മാസങ്ങളിൽ ബ്രീഡിങ് എടുക്കുള്ളൂ. അപ്പോൾ പാരന്റ് സ്റ്റോക്ക് എല്ലാം നല്ല ഹെൽത്തി ആയിരിക്കും, ആരോഗ്യത്തോടെ ഇരിക്കും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 360 ദിവസം ബ്രീഡിങ് എല്ലാ മാസം 12 മാസം ബ്രീഡിങ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബേഡുകൾ വീക്കാവും. കുട്ടികളെ ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള എനർജി നഷ്ടപ്പെട്ടിട്ട് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് വെറൈറ്റീസ് ഒക്കെ ഒന്ന് പറഞ്ഞത്. അത് പല പല മ്യൂട്ടേഷൻ ഇവിടെ ഉള്ള ബേഡുകളുണ്ട്. അത് ലുട്ടിനോ ഓറഞ്ച് റൈസ് എന്ന് പറയുന്ന മ്യൂട്ടേഷനാണ്. ഫസ്റ്റ് കാണുന്നത് ആൽബിനോ പീച്ച്, വയലറ്റ് പീച്ച്, 2 വ്യത്യസ്ത കളറുകളാണ്. പിന്നെ ഫിഷറിൽ ലുട്ടിനോ ഫിഷർ, ആൽബിനോ ഫിഷർ. ഒക്കെ വിലയിൽ എങ്ങനെ വ്യത്യാസം? എൻ്റെ ആഫ്രിക്കൻ ലവ് ബേർഡ് പെയർ ഒരു 3000 മുതൽ മേലിലേക്ക് ഒരു 20,000 വരെയുള്ള പെയറുകൾ ഞാൻ ആഫ്രിക്കൻ ലവ് ബേർഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓ ശരി. ഇതൊക്കെ അതും ഇപ്പം മുന്നേ പറഞ്ഞ ലുട്ടിനോ ഫിഷർ, ആൽബിനോ ഫിഷർ കൂടിയാണ്. എൻ്റെ 2 പെയറുണ്ട്. ഇതേതാ പരിപാടി? ആഫ്രിക്കൻ ലവ് ബേർഡിൽ ലുട്ടിനോ പീച്ച് എന്ന് പറയുന്ന ഒരു ലുട്ടിനോ പീച്ച്. ലുട്ടിനോ എന്ന് പറയുന്നത് മഞ്ഞ കളർ ബേഡിങ്ങാണ് ലുട്ടിനോ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ചുണ്ട് മഞ്ഞ കളറായതുകൊണ്ടാണ് പീച്ചിൽ പെടുന്നത്. ബഡ്ജീസിൽ ഷോ ബഡ്ജീസ് എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷനാണ്. കുറച്ച് സാധാരണ ബഡ്ജീസിനെ അപേക്ഷിച്ച് കുറച്ച് വലിപ്പം കൂടിയ മ്യൂട്ടേഷനാണ് ഷോ ബഡ്ജീസ്. അതിന് കുറച്ച് സൈസ് ഉണ്ടാവും, ഹെഡിന് ഇത്തിരി മുഴപ്പുണ്ടാവും, ഇത്തിരി ലെങ്തി ആയിരിക്കും. വില കൂടുതലാണ് ഷോ ബഡ്ജീസിന്. അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് പേര് 3000 മുതൽ മേളിലേക്ക് ഒരു 15,000 വരെ ഉള്ള ക്വാളിറ്റി ഉണ്ട്. എൻ്റെ കയ്യിലുള്ള ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളത്. ഇത് മറ്റേ ആഫ്രിക്കൻ ലവ് ബേർഡിന് കുറച്ച് പേരുടെ താഴത്ത് കിടപ്പുണ്ട്. യെല്ലോ ലുട്ടിനോ പീച്ചിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ലുട്ടിനോ പീച്ച് ആഫ്രിക്കൻ ലവ് ബേർഡാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ പേർക്ക് ലുട്ടിനോ പീച്ചുകളുണ്ട്. മോളിലുണ്ടല്ലേ? ആ മെയിലാണ് പിഞ്ച് ജാവ രണ്ടും ചെയ്യുന്നത്. ശരി. ഇത് ജാവ സ്പാരോ എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷനാണ്. ഫിഞ്ചിന്റെ അതിൽ തന്നെ പറഞ്ഞതാണ്. എന്നിരുന്നാൽ തന്നെയും സാധാരണ ഫിഞ്ചുകളെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് ജാവക്കുള്ളത്. റേറ്റ് അതിന്റെ കളർ അനുസരിച്ചാണ്. ജാവ പല കളറിൽ കാണപ്പെടാറുണ്ട്. ഗ്രേ ജാവ ഉണ്ട്, അതിന് മേളിൽ ഫോൺ ജാവ ഉണ്ട്, അതിന് മേളിൽ സിൽവർ ജാവ, പിന്നെ വൈറ്റ് ജാവ. വൈറ്റിനാണ് ഏറ്റവും വില കൂടുതൽ. കുട്ടികൾക്ക് പേര് 2000 അങ്ങനെയൊക്കെയാണ് മാർഗറേറ്റ്. അങ്ങനെ ഭയങ്കര മോഹമൊന്നും ഇല്ല. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഫിഞ്ചായത് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജാവയിൽ നിന്ന് തുടങ്ങാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് ബ്രീഡിങ് കിട്ടുന്നതാണ്. ജംബോ ഫിഞ്ചിന് ഓരോ മ്യൂട്ടേഷനാണ്. സാധാരണ ഫിഞ്ചിനെ അപേക്ഷിച്ച്
കുറച്ച് വലിപ്പം കൂടിയ ഫിഞ്ചിനാണ് ജംബോ ഫിഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓറഞ്ച് ബ്രസ്റ്റഡ് ഉണ്ട്, ടൂബി ഉണ്ട്, അങ്ങനെ പല മ്യൂട്ടേഷൻ. അത് ഞാൻ കുട്ടികളെ ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ട് നിർത്താമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. മ്യൂട്ടേഷൻ അനുസരിച്ച് വില വരുന്നത് ജംബോ ഫിഞ്ചിന്. സീബ്ര ജംബോ എന്ന് തുടങ്ങി മേളിലേക്ക് 3B ഓറഞ്ച് ബ്രസ്റ്റഡ് അങ്ങനെയൊക്കെ വില പോകുന്നുണ്ട്. ഒരു പെയർ ഒരു 1000 തുടങ്ങി മേളിലേക്ക് ഒരു 15,000 രൂപയ്ക്ക് പെയർ റേറ്റ് ജംബോ ഫിഞ്ചിനുണ്ട്. ഇനി ഇതേതാ? അത് ഫിഞ്ചില് ബംഗാളി ഫിഞ്ച് എന്ന് പറയുന്ന ബംഗാളി ഫിഞ്ച് സൊസൈറ്റി ഫിഞ്ച് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ബംഗാളി ഫിഞ്ച് അല്ല, ബംഗാളി ഫിഞ്ച് എന്നും സൊസൈറ്റി ഫിഞ്ച് എന്നും പറയും. അത് സാമൂഹികമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ് സൊസൈറ്റി ഫിഞ്ച്. അതുകൊണ്ട് ഇതിനെ ഒരുമിച്ച് കോളനി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഓരോരു പേര് ഓരോ കൂട്ടിലായിട്ട് ബ്രീഡ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ചിട്ടേക്കണത് അത് കുട്ടികളാണ്. അത് കൂടുതൽ ഗ്രോത്ത് പറന്ന് നല്ല ഗ്രോത്ത് കിട്ടാനായിട്ടാണ് ഫ്ലൈങ് കേജ് ഇട്ടിരിക്കുന്നത്. അഡൽട്ട് പ്രായപൂർത്തിയാകുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്യും. ഓരോരു പേര് ഓരോ കേജിലേക്ക് മാറ്റും. ഇതുണ്ടോ കൊടുക്കാണ്ടോ? ഇത് കുട്ടികള് വില കൂടിയ കുറച്ച് ഫിഞ്ചസ് കിടപ്പുണ്ട്. വൈറ്റ് ക്രിസ്റ്റഡ് ഫിഞ്ച്, വൈറ്റ് നോൺ ക്രിസ്റ്റഡ്, ബംഗാളി ഫിഞ്ച്, അങ്ങനെ കുറച്ച് കൂടിയത് കിടപ്പുണ്ട്. ഇത് ഓർഡിനറി ബ്ലാക്ക് ഫോണാണ്. ഇതും ബംഗാളി ഫിഞ്ച് തന്നെയാണ്. ഞാൻ കുറെ കുട്ടികളെ ഹോൾഡ് ചെയ്തിട്ട് അടുത്ത സീസണിൽ മുട്ട മാറ്റി വെക്കാനായിട്ട് എക്സോട്ടിക് ഫിഞ്ചസിന്റെ വില കൂടിയ ഗോൾഡിയൻ അങ്ങനെയുള്ളതിന്റെ മുട്ട മാറ്റി വെക്കാനായിട്ട് കുറെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടൊക്കെയാണ്. രണ്ട് കളർ ഉണ്ടല്ലേ? അത് പല കളറുണ്ട്. ബ്ലാക്ക് ഉണ്ട്, ഫോൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് പൈഡ്, ഫോൺ പൈഡ്, പിന്നെ അതിന് ക്രിസ്റ്റഡ്, അങ്ങനെ പല പല കളറുകളുണ്ട്. അത്യാവശ്യം രോഗപ്രതിരോധ ശേഷിയുള്ള ഫിഞ്ചാണ് ബംഗാളി ഫിഞ്ച്. അസുഖങ്ങൾ പൊതുവെ കുറവാണ്. തുടക്കക്കാർക്കൊക്കെ ഫിഞ്ച് ജാവനെ പോലെ തന്നെ ഫിഞ്ചും ബംഗാളി ഫിഞ്ച് വളർന്ന് തുടങ്ങാവുന്നതാണ്. ഇതൊരു വേറെ സെക്ഷൻ അല്ലേ? ഇത് എക്സോട്ടിക് ഫിഞ്ചസ് ആണ്. അലങ്കാര ഫിഞ്ചുകളിലെ ഏറ്റവും വില കൂടിയ ഫിഞ്ചുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് നാച്ചുറൽ പ്രകൃതിയോട് ഇടപഴകി ജീവിക്കുന്ന പക്ഷികളാണ് എക്സോട്ടിക് ഫിഞ്ച്, അലങ്കാര ഫിഞ്ചുകൾ. അതിനാൽ തന്നെ അതിന് നാച്ചുറലായിട്ടുള്ള കുറെ പ്ലാന്റ്സ് ഒക്കെ കൂടിനോട് ചേർന്ന് വേണം. നാച്ചുറൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്രീഡ് ആവുള്ളൂ. സെൻസിറ്റീവ് ആയിട്ടുള്ള ബേഡുമാണ്. അതുകൊണ്ട് പ്രത്യേക കെയറിങ്ങിലൊക്കെ വളർത്തണം. ഓരോരോ മ്യൂട്ടേഷൻ ഉണ്ട് ഇതിൽ. ഇതിപ്പോൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ ലോങ് ടൈൽ ഫിഞ്ചാണ്. ലോങ് ടൈൽ ഫിഞ്ചിൽ ആൽബിനോ ലോങ് ടൈലാണ് കാണുന്നത്. ഇത് തന്നെ ഒരു പെയറിന് 6,000 രൂപ കുട്ടികൾക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇത് പെയറുണ്ട്, അത് പെയറുണ്ട്. ബോക്സിൽ അടിയിരിക്കുന്നതാണ് ബോക്സിന്റെ അകത്തുണ്ട്. കടൽനാക്ക് അത് പ്രകൃതിദത്തമായിട്ടുള്ള കാൽസ്യം ആണ് കടൽനാക്ക് എന്ന് പറയുന്നത്. കണവ എന്ന് പറയുന്ന ഒരു മത്സ്യത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണത്. അത് അതിൽ കൃത്രിമമായിട്ടുള്ളൊന്നും പെടുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായത് തന്നെ നല്ലതാണ് കൊടുക്കുന്നത്. ബ്രീഡിംഗ് സീസണിൽ കൊടുക്കണം, റെസ്റ്റ് ടൈമിലൊന്നും കൊടുക്കണമെന്നില്ല. ഇപ്പൊ ബ്രീഡിംഗ് എടുത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടിലും കടലിനാക്ക് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പെയർ പുറത്തോട്ട് വന്നിട്ടുണ്ടോ? ഇത് വേറൊരു ഷെയ്ഡാണല്ലേ, വേറൊരു കളർ. അത് എക്സോട്ടിക് ഫിഞ്ച്, അലങ്കാര ഫിഞ്ചിന് തണുപ്പ് കാലാവസ്ഥ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടിനോട് ചേർന്ന് ബൾബ് കൂടി സെറ്റ് ചെയ്യുന്നതല്ലായിരിക്കും. പെട്ടെന്ന് മഴയുള്ള ദിവസങ്ങളിൽ അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അതെ സപ്പോർട്ടിംഗ് ആണ്. എല്ലാത്തിനും അതിന് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തൂങ്ങൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബൾബ് ഓണാക്കി ഇടും. അപ്പോൾ അത് രക്ഷപ്പെട്ട് പോകുന്നേക്കും. കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഫിഞ്ചാണ് ഈ അലങ്കാര ഫിഞ്ചുകൾ. ഭക്ഷണക്രമങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഭക്ഷണക്രമം മെയിനായിട്ട് സീഡ് മിക്സ് ഉണ്ട്, ഇമ്പോർട്ടഡ് സീഡ് മിക്സ് ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് എഗ് ഫുഡ്, പിന്നെ മുളപ്പിച്ച ധാന്യങ്ങൾ, അപ്പം അതൊക്കെ തന്നെ കൊടുത്താൽ മതി. അതിന്റെ ചുണ്ട് നല്ല രസമല്ലേ? ചുണ്ട് നല്ല റെഡ് ആയിരിക്കും. അത് മെയിലിന്റെ ഫിഞ്ചിൽ അങ്ങനെയാണ് വരുന്നത്. മറ്റേത് ഫീമെയില്? അത് അങ്ങനെ ഉറപ്പില്ല. DNA എടുത്തൊക്കെയാണ് പേര് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൂടുതലും അങ്ങനെയാണ് വരുന്നത്. മെയിലിന് റെഡും ഫീമെയിലിനും ഓറഞ്ചും. ചില മ്യൂട്ടേഷന് DNA എടുത്തു കഴിഞ്ഞാൽ 100% നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഗോൾഡിയൻ ഫിഞ്ചാണ്. ഗോൾഡിയൻ ഫിഞ്ചിൽ മെയിലാണ് ഇവിടെ കിടക്കുന്നത്. മെയിൽ നല്ല കളർഫുൾ ആയിരിക്കും, ഫീമെയിൽ ഒരു ഡിം ആയിട്ടുള്ളൊരു കളറായിരിക്കുള്ളൂ. ഇതിപ്പോൾ റെസ്റ്റ് കൊടുത്തിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തങ്ങനെയാണ്. അത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ബ്രീഡിംഗ് സീസണിൽ നല്ല രീതിയിൽ ബ്രീഡിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് എന്താ റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അതായതുകൊണ്ട്
നല്ല കളറാട്ടോ. എത്ര കളറിനൊന്നല്ല, ഏറ്റവും കളർ ഡിമാൻഡ് ഉള്ളതും ജനപ്രിയമായിട്ടുള്ള ഫിഞ്ചാണ് എക്സോട്ടിക് ഫിഞ്ചിൽ ഗോൾഡൻ ഫിഞ്ച്. അതിന് പല കളറിലുണ്ട്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ 5 കളറിൽ കാണപ്പെടാറുണ്ട്. ഇതേതാ ഈ കിടക്കുന്നത്? ഇത് ഔൾ ഫിഞ്ച് എന്ന് പറഞ്ഞ ഒരു മ്യൂട്ടേഷനാണ്. ഇതിന്റെ ഇങ്ങനെ പേര് ഔൾ എന്ന് പറയുന്നത് മൂങ്ങ, അങ്ങനെ പേരിട്ട മൂങ്ങയുടെ ഫേസിന്റെ പോലെ ഒരു മാർക്കിംഗ് ആണ് അതിന്റെ ഫേസിന് വരുന്നത്. അതുകൊണ്ടാണ് ഔൾ ഫിഞ്ച് എന്ന് പറഞ്ഞ പേരിട്ടാൻ കാരണം. ഇതൊക്കെ നല്ല റേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഒരു കുട്ടികൾക്കൊക്കെ ഒരു പെയറിനും 4000 പെയർ മാർക്ക് റേറ്റ് ഉണ്ട്. എക്സോട്ടിക് ഫിഞ്ചസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് 3000 തുടങ്ങി മേളിലേക്കാണ്. 1,00,000 മേളിൽ വില വരുന്ന എക്സോട്ടിക് ഫിഞ്ചസ് വരെ ഉണ്ട്. ആൽബിനോ കട്ട് ത്രോട്ട് എന്ന് പറയുന്ന ഒരു ഫിഞ്ചിന് 1,25,000 മാർക്ക് റേറ്റ്. ഇത് ഗോൾഡിയൻ ഫിഞ്ചില് ബ്ലൂ ഗോൾഡിയൻ എന്ന് പറയുന്ന ഒരു വില കൂടിയ ഒരു കളർ ഫിഞ്ചാണ് ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. അതിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീനാണ് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞാൽ യെല്ലോ കഴിഞ്ഞാൽ ബ്ലൂ. കുട്ടികൾക്ക് 10,000 ഒരു ജോഡി കുട്ടികൾക്ക് മാർക്ക് റേറ്റ് ഉണ്ട് ബ്ലൂ ഗോൾഡിന്. നല്ല രസമുണ്ട്. ബ്ലൂവും ഒരു പിന്നെ ഒരു സ്കൈ ബ്ലൂ. റെയറാണ് ഗോൾഡിന്. ബ്ലൂ ഗോൾഡിനൊക്കെ വളരെ റെയറാണ്. ഇതെല്ലാം കൽക്കറ്റന്ന് വരാണ്. ഇത് 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം പാസ്സായിട്ടുണ്ട്. അതിനു മുന്നേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പക്ഷികൾ നേരിട്ട് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള നാടന്തത്ത, മലന്തത്ത, അങ്ങനെ മയിൽ അങ്ങനെയുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം പാസ്സായതിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിലത്തെ പക്ഷികൾ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ, ഈ നിയമം വരുന്നതിന് മുന്നേ ഇവിടെ വന്നതിന്റെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ നമ്മളിലേക്ക് കൈവശമുള്ളത്. കാരണം ഒരു പെയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ കുട്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പെയറുകൾ പിൽക്കാലത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വർധനവാണ് ഉണ്ടാവുന്നത്. ഇത് ഗോൾഡിയൻ ഫിഞ്ചിൽ യെല്ലോ ഗോൾഡിയൻ, മൂന്നാമതൊരു കളറായിട്ടുള്ള യെല്ലോ ഗോൾഡിനാണ് അവിടെ കാണുന്നത്. അതിനെ കൂടി പെയർ ചെയ്തിരിക്കുന്ന ഗ്രീൻ ഗോൾഡിനാണ്. എപ്പോഴും യെല്ലോനെ കൂടി ബ്ലൂവിൻ്റെ കൂടിയൊക്കെ ഗ്രീൻ പെയർ ചെയ്യാനാണ് നല്ലത്. യെല്ലോയും കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളായിരിക്കും കിട്ടുന്നത്. അവർക്ക് സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗോൾഡിൻ ഫിഞ്ചിൽ ഗ്രീൻ ഗോൾഡിനാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഇതിൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും, കളർ കുറഞ്ഞത് ഫീമെയിലും കളർ കൂടിയത് മെയിലുമാണ്. ഇതൊക്കെ വിഷ്വലി മനസ്സിലാക്കാൻ മെയിൽ ഫീമെയിൽ എളുപ്പമാണ്. പിന്നെ മെയിലിൻ്റെ ചുണ്ടിൻ്റെ അറ്റത്ത് ഒരു റെഡ് കളറുണ്ടാവും, ഫീമെയിലിൻ്റെ അതിൽ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ചെസ്റ്റ് മാർക്കിങ്ങും ഹെഡിൻ്റെ മാർക്കിങ്ങൊക്കെ ഫീമെയിലിന് ഇത്തിരി ഡൗൺ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള മാർക്കിംഗ് ആയിരിക്കും. മെയിലിൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള മാർക്കിംഗ് ആയിരിക്കും. മേലിരിക്കുന്ന മെയിലും താഴത്തിരിക്കുന്ന ഫീമെയിലുമാണ്. ബ്രീഡിംഗ് പേരാണ്, ബ്രീഡിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പേരാണ്. ഇതൊക്കെ ബ്രീഡായിട്ടുണ്ടോ? ഇവിടെ ബ്രീഡിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പേരുകളാണ്. നേരത്തെ സെയിൽ ചെയ്താണ്, ബ്രീഡായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും കൊടുക്കാൻ വേണ്ടി കുട്ടികളൊക്കെ കിടപ്പുണ്ട്. ഗോൾഡിനല്ല, മറ്റുള്ള മ്യൂട്ടേഷനൊക്കെ എപ്പോഴും എന്തെങ്കിലും കേട്ട് കൊടുക്കാനുണ്ടാവും. എന്തെങ്കിലും 150 പെയറുകളും എല്ലാ ബേഡും വരുന്നുണ്ട്. സ്റ്റാർ ഫിഞ്ച് എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ ഫേസിൽ പ്രത്യേക കളറായിരിക്കും, റെഡ് സ്റ്റാർ ഫിഞ്ചാണ്. ഇത് മെയിൽ ഫീമെയിലും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ മെയിലിന് കൂടുതൽ കളറുണ്ടാവും ഫേസിൽ, ഫീമെയിലിന് ലൈറ്റായിട്ട് കളർ ഉണ്ടാവുള്ളത്. മെയിലിരിക്കുന്ന മെയിലും താഴത്തിരിക്കുന്ന ഫീമെയിലുമാണ്. ഇതില് കട്ട് ത്രോട്ട്, ആലങ്കര ഫിഞ്ചിൽ കട്ട് ത്രോട്ട് ഫിഞ്ച് എന്ന് പറയുന്ന ഒരു ഫിഞ്ചാണിത്. ഈ പറയുന്നത് പോലെ തന്നെ അതിന്റെ മെയിലിന് കഴുത്ത് മുറിഞ്ഞ് ബ്ലഡ് വരുന്ന പോലെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഫീമെയിൽ അത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു മാർക്കിംഗ് ഉള്ളതുകൊണ്ടാണ് കട്ട് ത്രോട്ട് ഫിഞ്ച് എന്ന് പറഞ്ഞ് ഇതിന് പേര് കിട്ടാൻ കാരണം. മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. കുട്ടികൾ തിരിഞ്ഞ് തൂവൽ വരുമ്പോൾ തന്നെ ആ കഴുത്തിൽ ആ മാർക്കിംഗ് ഉണ്ടെങ്കിൽ മെയിലും മാർക്കിംഗ് ഇല്ലെങ്കിൽ ഫീമെയിലും അറിയാൻ പറ്റും. ബ്രീഡിങ് ഇത്തിരി ടഫായിട്ടുള്ള ബ്രീഡാണ്. അതിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. മീലും ചെതിലൊക്കെ മസ്റ്റായിട്ടും കൊടുക്കണം, എന്നാലേ അത് ബ്രീഡിങ്ങിലേക്ക് ആവുള്ളൂ. കുഞ്ഞുണ്ടെങ്കിൽ ഉള്ള സമയത്തും അതൊക്കെ കൊടുത്താലേ കുട്ടികൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഗ്രോത്ത് കുറഞ്ഞ് ഇങ്ങനെ ശോഷിച്ച് ചത്തുപോകും, ആരോഗ്യം കുറഞ്ഞ് ചത്തുപോകും. മാർക്കർ റേറ്റ് കട്ട് ത്രോട്ടിന്റെ 4000 ഉണ്ടല്ലേ? എക്സോട്ടിക് ഫിഞ്ചസ് എല്ലാം വില കൂടിയതാണ്. 3000 മുതൽ മേളിലേക്കാണ്. അത് താഴെയുള്ളതാണ് ജംബോ ഫിഞ്ച്, ബംഗാളി ഫിഞ്ച്, ഓർഡിനറി ഫിഞ്ചൊക്കെ അതിൽ താഴെയുള്ളത്. എക്സോട്ടിക് ഫിഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ ഫിഞ്ചുകളാണ്. അത് ബ്രീഡിങ് ടഫാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മാർക്കറ്റ് ഇപ്പോഴും ആ സ്റ്റില്ലായിട്ട് ഇടിയാണ്ട് നിൽക്കുന്നത്. ധാരാളം ആവശ്യക്കാരുണ്ട്. കേരളത്തിൽ വളരെ വിരളമായിട്ടുള്ള ബ്രീഡേഴ്സ് മാത്രമേ എക്സോട്ടിക് ഫിഞ്ചസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ റിസ്ക് ഉണ്ട് അതിൽ പുറകിൽ.
ഇൻഡോർ കേജ് ആയിരിക്കണം, മുറിയുടെ അകത്തായിരിക്കണം കേജുകൾ. അധികം തണുപ്പടിക്കാൻ പാടില്ല. മഴ സമയങ്ങളിലൊക്കെ ബൾബിട്ട് കൊടുക്കണം. ലോങ് ഡെയിൽ ഫിഞ്ചിൽ ഫോൺ ലോങ് ഡെയിൽ ആ കളറാണ് ഇവിടെ കാണുന്നത്. അതായത് ഗോൾഡ് കളർ തന്നെയാണ് ഫോൺ കളർ എന്ന് പറയുന്നത്. അതിന്റെ ടെയിലിൽ വ്യത്യാസമുണ്ടല്ലേ? ആ ടെയില് മാർക്കിങ്ങിൽ വ്യത്യാസമുണ്ട് ഓരോ കളർ അനുസരിച്ച്. ഇത് ബ്രൗൺ കളറായിരിക്കും അതിന്റെ ചെസ്റ്റ് ഭാഗത്തും ടെയിലും. ബാക്കി ഭാഗത്ത് ഗോൾഡ് കളർ ഫോൺ കളറായിരിക്കും. ഒരു പേർ 4000 രൂപ മാർക്കർ റേഞ്ച് ഉണ്ട്. ഈ കാലിലെന്താ റിങ് ഇട്ടേക്കണ? അത് മെയിലും ഫീമെയിലും വിഷ്വലി മനസ്സിലാക്കാൻ പറ്റാത്ത ബേഡിനെ DNA എടുത്താണ് മെയിൽ ഫീമെയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പീസ് ഒന്നുമല്ല DNA വിടുന്നത്, ഒരു കൂടുതൽ പീസുകൾ DNA 10 കൂടുതൽ പീസുകൾ വിടാറുണ്ട്. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്ന് അറിയണമെങ്കിൽ അതിനൊരു നമ്പർ വേണം. ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഐഡന്റിഫിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ അതിലിരുന്ന റിങ്ങിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ് അത് ഇറങ്ങിയേക്കുന്നത്, ഏത് സീരിയൽ നമ്പർ ബേഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു ആധാർ കാർഡ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ പക്ഷികൾക്കുള്ള മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ രേഖാമൂലമുള്ള ഒരു നമ്പർ അതിലുണ്ടാവും. അവർക്ക് ജംബോ ഫിഞ്ച് എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷനാണ്. സാധാരണ ഫിഞ്ചുകളെ അപേക്ഷിച്ച് വലിപ്പം കൂടിയ ഫിഞ്ചിനെയാണ് ജംബോ ഫിഞ്ച് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ അതിൻ്റെ അത് വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പാരൻറ്റിൻ്റെ കൂടി 4 കുട്ടികളുണ്ട് നെസ്റ്റ് ഔട്ടായിട്ടുള്ള. അത് തൂവലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്വയം പറന്ന് ബോക്സിൻ്റെ വെളിയിലിറങ്ങും. വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച വരെ മിനിമം ഒരു 14 ദിവസം വരെയെങ്കിലും പാരൻറ്റിനെ കൂടി തന്നെ ഇടും. കാരണം ആ പാരൻറ്റ് തീറ്റ കഴിക്കുന്നത് കണ്ടിട്ടാണ് ആ കുട്ടികൾ കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം പിടിച്ചു മാറ്റുന്നതായിരിക്കും നല്ലത് പാരൻറ്റിൽ നിന്ന്. അപ്പോൾ അത് തീറ്റയൊക്കെ സ്വയം കഴിച്ച് അത് സ്വയം പര്യാപ്തമായിട്ടുണ്ടാകും ഭക്ഷണം കഴിക്കണം. ഇത് ലോങ് ഡെയിലിൽ ആൽബിനോ 2 മെയിലും ഫോൺ ലോങ് ഡെയിൽ 2 ഫീമെയിലുമാണ്. DNA ഉള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ പറയാൻ പറ്റിയത്. കാരണം ഇത് വിഷ്വലി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. DNA എടുത്താൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ വെച്ചുകൊടുത്ത് വന്ന് തിന്നത് ഇത് റെഡിമെയ്ഡ് ഫീഡറാണ്. അപ്പോൾ നമുക്ക് ഡെയിലി തീറ്റ മാറ്റാനൊന്നും നിൽക്കണ്ട. അതിൽ തീരുന്നതനുസരിച്ച് നിറച്ചു കൊടുത്താൽ മതി. അത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിച്ചേക്കും. പിന്നെ അതിൽ വന്ന തോടുകൾ ഈ അടിയിലുള്ള ട്രേയിൽ വന്ന് വീഴും. ഇത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കളഞ്ഞിട്ട് പുതിയതല്ല അത് തന്നെ തിരിച്ചു വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേസ്റ്റ് ആവില്ല. വേസ്റ്റ് ആവില്ല. നമുക്കിത് ജോലിഭാരം കുറവാണ്. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ടല്ലേ? ഇതും ഇത് ഫിഞ്ചസ് ആണല്ലേ? കുറെ ഉണ്ടല്ലോ ഇവിടെ. അതിൽ കുട്ടികൾ പാരന്റിനെ കൂടാണ്ട് കുട്ടികളുണ്ട്. ഇതൊക്കെ കൊടുക്കാറായിട്ടുള്ളതാണ്. ആ കുട്ടികൾ നെക്സ്റ്റ് ഔട്ടായിട്ടൊരു 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാരന്റിനെ പിടിച്ച് മാറ്റും. പിന്നെ ഒരാഴ്ച ചെക്ക് ചെയ്തിട്ട് പിന്നെ അത് കച്ചവടം ചെയ്യും. ഇതേതാ ഈ വെറൈറ്റി? ഇത് വൈറ്റ് ജംബോ ഫിഞ്ച്. ഫിഞ്ചസിൽ വൈറ്റ് കളറിലുള്ള വലിപ്പം കൂടിയ ഫിഞ്ചിനാണ് ജംബോ ഫിഞ്ച് എന്ന് പറയുന്നത്. ഒരു ചാര കളറുണ്ടോ ചെറുതായിട്ട്? അത് കുട്ടികൾ ഇറങ്ങുമ്പോഴേക്കും മുതുകത്ത് ഒരു സ്പാച്ച് ഉണ്ടാവും ബ്ലാക്ക്. അത് മോൾട്ടിങ്ങിൽ പഴയ ദൂരം പുതിയ ദൂരം മോൾട്ടിങ് എന്ന് പറയുന്നത്. ആ സമയത്ത് അത് പോയി പ്യൂർ വൈറ്റ് ആയിക്കോളും. ഇതല്ലാതെ പാരന്റ് ഒരു കുട്ടിയാണ് ഇപ്പൊ നേരത്തെ കണ്ടത്. ഇപ്പം ബാലൻസിന്റെ പാരന്റ് സ്റ്റോക്കാണ്. ഇതേതാ? ജാവ ഫിഞ്ചില് സിൽവർ ജാവയാണ് ഇവിടെ കാണുന്നത്. നല്ല റെയറാണ്. സിൽവർ കളർ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഒരു ഡിമാൻഡ് ഉള്ളതാണ്. ഇതൊക്കെ എന്ത് വിലയുണ്ടാവും പേര്? സിൽവർ ജാവ ആൽബിനോന്റെ തൊട്ട് താഴെയാണ് ഇതിന്റെ റേറ്റ്. ആൽബിനോ കുട്ടികൾക്ക് 2000 രൂപയുടെ പെയർ മാർക്കർ റേറ്റ്. ഇതൊക്കെ ഒരു 1800 രൂപയുടെ പെയർ മാർക്കർ റേറ്റ് ഉണ്ട്. ഇത് ജാവ വൈറ്റാ? വൈറ്റ് ജാവ. ഇത് ബ്രീഡിങ്ങിനിട്ടൊക്കെ? അത് ബ്രീഡിംഗ് പെയറാണ്. ഇപ്പൊ ബോക്സ് അതിനൊരു കുടം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികളെ കിട്ടും അത്യാവശ്യം മുട്ടയിട്ട് വിരിഞ്ഞ്? എല്ലാത്തിനും അതിൻ്റെതായ ഡയറ്റുകളുണ്ട്, പ്രത്യേകതരം തീറ്റക്രമങ്ങളുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്രീഡിങ് കിട്ടും. എനിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ബ്രീഡിങ് കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് അറിയാവുന്ന ആൾക്കാരോട് ബ്രീഡർമാരെ എടുത്തിട്ട് അവരോട് കൂടുതൽ അതിനെക്കുറിച്ചുള്ളത് ഭാവിയിൽ ചോദിച്ചിട്ടൊക്കെ ആ രീതി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാന മാർഗമായിട്ടൊക്കെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. ഇതെന്ത് തൊപ്പി പോലെ ഇരിക്കുന്നതിന്റെ? അത് ക്രിസ്റ്റഡ് ബംഗാളിയാണ്. വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി എന്നാണ് ഇതിന്റെ പേര്. അത് നിസ്സാരക്കാരനല്ല. ഇറങ്ങിയ സമയത്ത് 10,000-ന് മേലേക്കായിരുന്നു പേർ റേറ്റ്. അധികം നാളൊന്നായിട്ടുള്ള ഇത് കേരളത്തിൽ ഇറങ്ങിയിട്ട് ഒരു 5 വർഷത്തിൽ താഴെയായിട്ടുള്ള വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഇറങ്ങിയിട്ട്. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്. എല്ലാവരുടെ കയ്യിലായി. ഇപ്പൊ വന്നാലും DNA ഉള്ള ഒരു പേരിന് 4000 രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു മ്യൂട്ടേഷൻ ഇറങ്ങുമ്പോൾ അത് ക്യാച്ച് എടുക്കേണ്ടതാണ് വേണ്ടത്. കാരണം നമ്മൾ ആളുകളിൽ ആവും തോറും ആ മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞ് വരും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു അതിൽ നിന്ന് ലാഭസാധ്യത ആക്കാനാണെങ്കിൽ ഒരു പുതിയ മ്യൂട്ടേഷൻ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്യും.
എത്രയും പെട്ടെന്ന് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇറക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇത്തരം സെക്ഷനാണ് മുകളിലുള്ളത് അല്ലേ? നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ അല്ലേ? ഷോർട്ടി പിഞ്ചസ് ആണ്, അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അങ്ങനെ അലങ്കാര ഫിഞ്ചസിലാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം അതിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അത് ബ്രീഡിങ് കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് കെയറിങ് കൂടുതൽ വേണം. കേജുകളൊക്കെ ഇൻഡോർ മുറിയുടെ അകത്തൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കോമ്പറ്റീഷൻ കുറവാണ്. അപ്പോൾ ഞാൻ കൂടുതലും എക്സോട്ടിക് പിഞ്ചാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ലവേഴ്സ് ഒക്കെ ഒരു എക്സ്ട്രാ ഐറ്റം സൈഡായിട്ട് നിർത്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ സീസൺ ആവും. അപ്പോൾ രണ്ടും മാറി മാറി നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. മഴ സമയത്ത് ആഫ്രിക്കൻ ലവേഴ്സ് ബ്രീഡ് ചെയ്യാൻ പറ്റും. മഴ സമയത്ത് എക്സോട്ടിക് പിഞ്ചസിന് റെസ്റ്റ് കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് റോളിംഗ് നടക്കും മിക്സഡ് ഫാമിംഗ് ആണെങ്കിൽ. എക്സോട്ടിക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്രീഡിലേക്ക് എത്ര മുട്ട കിട്ടും, അതെങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? നമുക്ക് അത്രയും തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. എക്സോട്ടിക് പിഞ്ചസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് എക്സോട്ടിക് പിഞ്ചസ് ഒക്കെ വളരെ അലസന്മാരായിട്ടുള്ള പിഞ്ചസാണ്. അതായത് എൻ്റെ കുട്ടികളെ നോക്കി നെസ്റ്റ് ഔട്ടാക്കാനായിട്ട് താല്പര്യം കുറവുള്ള ബേഡുകളാണ്. അപൂർവം ചിലർ മാത്രമല്ല നല്ല രീതിയിൽ പോസ്റ്ററിങ് അടയിരുന്ന കുട്ടികളെ വിരിയിച്ച് നെസ്റ്റ് ഔട്ട് ആക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും ബംഗാളി ഫിഞ്ച് മുട്ട മാറ്റി വെക്കാനായിട്ട് ബംഗാളി ഫിഞ്ച് എന്ന് പറഞ്ഞ സൊസൈറ്റി ഫിഞ്ച് നിർത്തിയിട്ട് ഇതിൻ്റെ എഗ് കൊണ്ട് അതിന് മാറ്റി വെച്ച് വിരിയിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കുട്ടികൾ ഇറക്കാൻ പറ്റും. എല്ലാം വളരെ വില 3000 മുതൽ മേളിലേക്ക് എൻ്റെ കയ്യിൽ തന്നെ 12,000 വരെ വരുന്ന എക്സോട്ടിക് ഫിഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 4 കുഞ്ഞുങ്ങളെ 12,000 പെയർ റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ ക്ലച്ചിന് 24,000 കിട്ടും. അപ്പോൾ വളരെ ലാഭസാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഹെവി റിസ്ക്കും ഉണ്ട് അതിൻ്റെ പുറകിൽ. പിന്നെ അത് ബൾബ് കണക്ഷനൊക്കെ കൊടുക്കണം. മഴ സമയത്തൊക്കെ ബൾബ് ഓണാക്കി ഇടണം. പിന്നെ അതിന് മീലും മസ്റ്റാണ്. അത്രയും പ്രോട്ടീൻ സെലക്ട് ചെന്നാൽ മാത്രമേ ബ്രീഡിങ്ങിലേക്ക് ആവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ചിലവുണ്ട്, റിസ്ക്കും ഉണ്ട് അതിൻ്റെ പുറകിൽ. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 2 ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബേഡ് ചത്തൂരെ പോകാം. ഇതാണ് ഇപ്പോൾ റെഡി ടു സെയിൽ അല്ലേ? സെയിലിനിട്ടേക്കുന്നത് കച്ചവടത്തിനുള്ളത് ഇവിടെ താഴ്ച കൊണ്ടുവന്നാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് കച്ചവടം ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി റെഡി കൊടുക്കാനായിട്ട് ജംബോ ഫിഞ്ച് ഉണ്ട്, എക്സോട്ടിക് ഫിഞ്ച് ഉണ്ട്, ജാവ ഉണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കാനുള്ളത്. ഇതൊക്കെ ഇവിടെ വിരിഞ്ഞ പുറമൊന്നും എടുത്ത് കൊടുക്കാറില്ല. ഇവിടെ വിരിഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളൂ. ഫാം ഫ്രഷ് ആണ് അപ്പോൾ? അതെ അതെ. ഞാൻ ഒരു ബ്രീഡ് ആയതുകൊണ്ട് ഇവിടെ ബ്രീഡായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതേതാ ഈ വെറൈറ്റി? അത് ജംബോ ഫിഞ്ചില് CFW എന്ന് പറയുന്ന ഒരു ന്യൂട്രീഷന്റെ മെയിലും ഫ്ലോറിഡ ഫാൻസിയുടെ ഇസബെല്ല ഫീമെയിലും. പേരൊക്കെ തുടക്കക്കാർക്കൊക്കെ പേരൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ഇതിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വൈറ്റ് പിഞ്ച് അല്ല? ഇത് വൈറ്റ് പിഞ്ച് അല്ല, ജംബോ ഫിഞ്ചിൽ തന്നെ ഓരോരോ മ്യൂട്ടേഷന്റെ കുട്ടികളാണ്. അതിന്റെ മാർക്കിങ് തെളിഞ്ഞ് വരുന്നുള്ളു. ഇപ്പൊ അതിൽ CFW ഉണ്ട്, ഫ്ലോറിഡ ഫാൻസി ഉണ്ട്, പിന്നെ ലൈറ്റ് ബാക്ക് ഉണ്ട്, ബ്ലാക്ക് ഷീക്ക് ഉണ്ട്, പല മ്യൂട്ടേഷനുണ്ട്. ഇതിനെ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് പൊതച്ചില് ശരീരം ഇങ്ങനെ തൂലൊക്കെ വിടർത്തി പൊതഞ്ഞു നിൽക്കുന്നതാണ് ഫിഞ്ചസിന് വരുന്ന മെയിൻ അസുഖം. അത് തണുപ്പ് സമയത്താണ് വരുന്നത്. കാരണം ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ നമ്മളുടെ ഒരു വിരലിന്റെ നീളമുള്ള ഒരു പക്ഷിയാണ്. അതെ അതെ. അപ്പൊ അതിന് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള അത്ര ബോഡി വെയിറ്റ് ഇല്ല. അപ്പോൾ ചൂട് കുഴപ്പമില്ല കേരളത്തിലുള്ള, അമിതമായിട്ടുള്ള വിദേശ രാജ്യങ്ങൾ പോലെയുള്ള ചൂടൊന്നും കേരളത്തിലില്ല. പക്ഷെ തണുപ്പ്, ഈ മഴ സമയം മഞ്ഞ സമയത്തൊക്കെയാണ് കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ബൾബ് ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഷെഡിൽ സൈഡൊക്കെ മറച്ച് നമുക്കത് തണുപ്പിനെ പ്രതിരോധിക്കാം. നമുക്ക് രോഗം വന്നാൽ സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഇപ്പൊ പണ്ടത്തെ പേശി കുറച്ച് റിസ്ക് ഒക്കെ കുറവാണ് ഇപ്പൊ. കാരണം ഇമ്പോർട്ടഡ് മെഡിസിൻസ് ഉണ്ട്. പൊതച്ചിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മോക്സിവെറ്റ് S76 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് മെഡിസിൻസ് കൊണ്ട് കോസ്റ്റ്ലി മെഡിസിൻസ് ആണ്. ഒരു ബോട്ടിൽ തന്നെ 1,500 രൂപ വരും. പക്ഷെ ബേഡിന്റെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ 2 വർഷം വരെയൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 2 വർഷത്തോളം ആ അസുഖത്തിൽ നിന്ന് നമുക്കത് പ്രതിരോധിച്ച് നിർത്താൻ പറ്റും. ഞാനൊരു 20 വർഷം മുന്നേ ഒരു ഹോബി എന്ന നിലയിൽ തുടങ്ങിയതാണ്. എനിക്ക് ഇതിലൊക്കെ പെറ്റ്സിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നതുകൊണ്ട് ആ കൗതുകം എന്ന നിലയിൽ തുടങ്ങിയതാണ്. പിൽക്കാലത്ത് അതിൽ നിന്ന് എനിക്ക് വരുമാനം ലഭിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കിത് നല്ലൊരു വിപണന സാധ്യത ഞാൻ കണ്ടായിരുന്നു അതിൽ. അപ്പോൾ പിൽക്കാലത്ത് എണ്ണം കൂട്ടുകയുണ്ടായി. പിന്നെ അവസാനം ഇപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. 150-ൽ കൂടുതൽ പേരുകൾ എൻ്റെ കൈവശമുണ്ട്. ഇപ്പോൾ കൊറിയർ നമുക്ക് ചെയ്യാമല്ലോ? ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാം. വെള്ളവും തീറ്റയും വെച്ച് കൊടുക്കാനുള്ള രീതികളാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിച്ചാൽ കൊറിയർ ചെയ്യാൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ട്രെയിനില്ല, ബസ്സിലൊക്കെ കയറ്റുമ്പോഴാണ്. അങ്ങനെയാണ്. അല്ലാണ്ട് ഇതൊരു ജീവജാലമുള്ള അതിന് എയർഫോണൊക്കെ ഇടാണ്ട് നമുക്ക് വിടാൻ പറ്റില്ല. അതാണ്. അപ്പൊ നമുക്കൊരു പുറത്തുനിന്നുള്ള ഒരു ഓർഡറോ ഇപ്പൊ തമിഴ്നാട്, ബാംഗ്ലൂർ വണ്ടിയിൽ കയറ്റി വിടാൻ പറ്റും. അല്ലാതെ കൊറിയറായിട്ട് യാതൊരു ബന്ധമില്ല. ഒന്ന് നമ്പർ എന്ന് പറഞ്ഞാൽ 9895164472. വാട്സപ്പും സെയിം. എൻ്റെ ഈ ഒരു നമ്പർ മാത്രമേ എനിക്കുള്ളൂ. വാട്സപ്പ് നമ്പറും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ശരി ചേട്ടാ, താങ്ക് യു. ഓക്കെ, ശരി.
എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെറ്റ് പാലസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലൊക്കേഷൻ മാപ്പ് നേരിട്ട് വന്നെടുക്കുന്നവർക്ക് അതായിരിക്കും നല്ലത്, കാരണം കണ്ടുകൊണ്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെറ്റ് സർവീസ് ഉണ്ട്, നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെയ്തു തരും. എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.